ഹായ് ഫ്രണ്ട്സ്, ദി വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മനോഹരമായ ദൃശ്യങ്ങളാണ്. അപ്പൊ അതിലെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. വള്ളംകളിയുടെ മുഴുവനായിട്ടുള്ള എല്ലാ ചിത്രങ്ങളും കൂടി ഒരുമിച്ച് മനോഹരമായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ആണത്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക. എല്ലാ വീഡിയോസും എല്ലാ ഫോട്ടോസും ഇതിൽ വളരെ മനോഹരമാണ്. നമ്മൾ ഈ നേരിട്ട് കാണുന്ന അനുഭൂതിയുടെ അത്ര ഇല്ലെങ്കിൽ തന്നെയും ഒരുവിധം കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടു നോക്കാം. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് വള്ളങ്ങളിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പ് സെറ്റ് ചെയ്യുന്ന സ്പേസ് ആണ്. ഈ കാണുന്ന വൈറ്റ് ടീഷർട്ട് നിൽക്കുന്ന ചേച്ചിമാരും വള്ളം വീഴാൻ വന്നിട്ടുള്ളവരാണ്. അപ്പൊ ഈ ചേച്ചിമാരുടെ വള്ളം വീഴൽ മത്സരങ്ങളുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവാം. വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. പക്ഷേ ഈ വീഡിയോ എടുക്കുന്നതിൽ സംതൃപ്തിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വള്ളംകളി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആ ഒരു സ്പീഡ് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും ഇത് ഫിനിഷ് ചെയ്യുന്നത് ആരാ അതിലെ വിന്നർ എന്നുള്ളത് പറയണമെങ്കിൽ ഫിനിഷിംഗ് പോയിന്റിൽ പോയി നിൽക്കണം. പക്ഷെ ഫിനിഷിംഗ് പോയിന്റിൽ പോയി നിൽക്കാൻ ചിലപ്പോൾ സ്റ്റാർട്ടിങ് കിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇത് ഞാൻ നോക്കിയിട്ട് വീഡിയോ എടുക്കാൻ ബെസ്റ്റ് ഹെലിക്യാം ഷോട്ടാണ്. ഹെലിക്യാം ആകുമ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് കൺട്രോൾ ചെയ്ത് ഫുൾ വീഡിയോ നമുക്ക് കിട്ടും. പക്ഷെ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് ഈ വീഡിയോയിൽ. അപ്പം അത് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. അതങ്ങനെ കിട്ടുള്ളൂ. അതുകൊണ്ടാണ്. ദൈവം അനുഗ്രഹിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ഈ നെഹ്റു ട്രോഫി വള്ളംകളി നമ്മൾ ഹെലിക്യാം ഷോട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി കാണുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വള്ളംകളി നടക്കുന്ന സമയത്ത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. മഴയോ അല്ലെങ്കിൽ നല്ല ശക്തമായ കാറ്റോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാണാവുന്ന എല്ലാ കാണികൾക്കും എല്ലാ മത്സരവും പൂർണ്ണമായിട്ട് നല്ല മനോഹരമായി തന്നെ കണ്ട് ആസ്വദിക്കാൻ പറ്റി. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല പ്ലസന്റ് ആയിട്ടുള്ള നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു. രാവിലെ ഒരു 10 മണിയോടെ വള്ളംകളി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വള്ളംകളി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാറ്റഗറിയിലുള്ള മത്സരങ്ങളായിരുന്നു. വള്ളത്തിന്റെ സ്റ്റൈലനുസരിച്ചാണ് അത് കാറ്റഗറി വെച്ചിരിക്കുന്നത്. ചുള്ളം വള്ളം, ഇരുട്ടുകുത്തി വെള്ളം, വെപ്പ് വെള്ളം, കെട്ടുവള്ളം, പിന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ചുണ്ടൻ വെള്ളം. അപ്പം ഇങ്ങനെ കുറേ കാറ്റഗറികളുണ്ട്.
പിന്നെ വേറെ കാറ്റഗറിയിലെന്ന് തോന്നുന്നു. അപ്പോൾ അതിനൊക്കെ ABCD അങ്ങനെയൊക്കെയാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാറ്റഗറി തിരിച്ചിട്ടാണ് വള്ളംകളി മത്സരം നടക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും എല്ലാ മത്സരങ്ങളും കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. നല്ല മനോഹരമായിട്ട് എല്ലാവരും ഒരേ രീതിയിൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ എല്ലാവരും ഒരേപോലെയാണ്, ഒരേ സ്പീഡിലാണ് വെള്ളം തുഴയുന്നത്. അത് നല്ല രസമാണ്. അതുപോലെ ചില കോമ്പറ്റീഷനുകളൊക്കെ ഭയങ്കര ടൈറ്റായിരുന്നു. അതായത് എന്താ പറയുക, ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുന്ന പോലെ ഫൈനലിൽ ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞതുപോലെ ഫൈനലിൽ നടന്ന മത്സരം എന്താ പറയുക, വളരെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ഫസ്റ്റ് സെക്കൻഡൊക്കെ ചൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പല മത്സരങ്ങളും ഗ്രൂപ്പ് മത്സരങ്ങളെല്ലാം നടന്നിരുന്നു. നല്ല കാണാൻ നല്ല രസമുള്ള കാഴ്ച തന്നെയായിരുന്നു. അപ്പോൾ കഴിയുമെങ്കിൽ നിങ്ങൾ അടുത്ത വർഷം ഈ വള്ളംകളി കാണാൻ വരണം. ഈ വർഷത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും നടക്കുന്നതിന് വ്യത്യസ്തമായി ഡേറ്റ് മാറിയിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ കുറച്ച് തിരക്ക് കുറവുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഈ വീഡിയോയിലൊക്കെ കാണാം. അത്യാവശ്യം നല്ല ജനത്തിരക്ക് തന്നെ ഉണ്ട്. നല്ല വെയിലാണ്, നല്ല ചൂടാണ്. എങ്കിലും ഇതൊക്കെ സഹിച്ച ആൾക്കാർ ഈ വള്ളംകളി കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫോറിനേഴ്സ്, അവർ അവിടെ നല്ല നട്ടപ്പുറ വെയിലത്താണ് ഈ വള്ളംകളി കണ്ട് ആസ്വദിക്കുന്നത്. അപ്പോൾ ഈ വള്ളംകളി കാണുമ്പോൾ ഈ വെയിലിൻ്റെ ചൂടൊന്നും ആർക്കറിയില്ല. അത്രയും നല്ല വാശിയേറിയ മത്സരങ്ങളായിരുന്നു എല്ലാം. അപ്പോൾ നിങ്ങൾ ഈ വള്ളംകളി കണ്ട് ആസ്വദിക്കുക. നെഹ്റു ട്രോഫി സ്വന്തമാക്കിയിരിക്കുന്നത് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ കരിച്ചാൽ ചുണ്ടനാണ്. വളരെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിനാണ് കരിച്ചാൽ ചുണ്ടൻ ഈ ട്രോഫി സ്വന്തമാക്കിയിരിക്കുന്നത്. അതിന് പല വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ എന്താണെങ്കിലും നിലവിലെ വിന്നർ കരിച്ചാൽ ചുണ്ടൻ തന്നെയാണ്.